നമുക്ക് പഠിക്കാനുള്ളത് പി വാല്യൂ ആണ്. പി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി വാല്യൂ ആണ്. ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വാല്യൂ ഫോർ ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആസ് എക്സ്ട്രീം ഓർ മോർ എക്സ്ട്രീം ദാൻ ദ വാല്യൂ കമ്പയർഡ്. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട്സ് ആക്ച്വൽ വാല്യൂവിനെക്കാട്ടിലും അത്ര തന്നെ എക്സ്ട്രീമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എക്സ്ട്രീം ആവാനുള്ള പ്രോബബിലിറ്റീനെയാണ് നമ്മൾ പി വാല്യൂ എന്ന് വിളിക്കുന്നത്. ഈ പി വാല്യൂവിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പി വാല്യൂവിൻ്റെ ബേസിസിൽ എച്ച് നോട്ടിനെ അക്സെപ്റ്റ് ചെയ്യുകയും റിജക്റ്റ് ചെയ്യുകയും ചെയ്യാം. പി വാല്യൂവിനെയും ആൽഫ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനെയും കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ദസ് ഇഫ് ആൽഫ ഇസ് ഈക്വൽ ടു 0.05, ആൽഫ നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ പി വാല്യൂ ഇതിനെക്കാട്ടിലും കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 0.05 കുറവാണ് നമ്മുടെ പി വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ റിജക്റ്റ് ചെയ്യാം. അതായത് ഈ പി വാല്യൂ ലെസ് ദാൻ ആൽഫ, പി ലെസ് ദാൻ ആൽഫ എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് നമ്മുടെ എച്ച് നോട്ടിനെ റിജക്റ്റ് ചെയ്യാം. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഹൗ ലൈക്ലി ദറ്റ് സാമ്പിൾ റിസൾട്ട്സ് ആർ അസ്യൂമിങ് ദാറ്റ് ദ നൾ ഹൈപ്പോത്തസിസ് ഇസ് ട്രൂ. അപ്പം നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണ്, എച്ച് നോട്ട് ട്രൂ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള സാമ്പിൾ റിസൾട്ട്സ് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെഷറാണ് പി വാല്യൂ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു, ഇഫ് ദ പി വാല്യൂ ലെസ് ദാൻ ആൽഫ വി റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്, അതർവൈസ് വി അക്സെപ്റ്റ് ഇറ്റ്. പി വാല്യൂ ഇസ് ഓഫൻ കോൾഡ് ഒബ്സർവ്ഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഇപ്പോൾ പി വാല്യൂ ആൽഫ എന്ന് പറയുന്നത് രണ്ടിനെയും കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ പി വാല്യൂവിനെ നമ്മൾ എന്തും കൂടി വിളിക്കും? ഒബ്സർവ്ഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് കൂടി നമ്മൾ വിളിക്കും. ഇനി സ്റ്റെപ്സ് ഓഫ് ടെസ്റ്റിംഗ് എ ഹൈപ്പോത്തസിസ്. അപ്പോൾ ഒരു ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിലെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് നോട്ടും എച്ച് വണ്ണിനെയും ഫോർമുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്ത് കാര്യത്തിനെ പറ്റിയാണ് സ്റ്റഡി നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബേസിസിൽ, അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു എച്ച് നോട്ട് എങ്ങനെയാണ് ഒരു ഈക്വൽ ടു സൈൻ വരുന്ന രീതിയിലായിരിക്കും നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ ഡിക്രീസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ചേഞ്ച് വരുന്നുണ്ടോ, അങ്ങനെ എന്താണ് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ട് ഇൻക്രീസ് ആണെങ്കിൽ ഒരു റൈറ്റ് ടെയിൽ ടെസ്റ്റ് ആക്കുക, അതായത് എച്ച് വൺ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഗ്രേറ്റർ ദാൻ സൈനിൽ കൊടുക്കുക. ഡിക്രീസ് ആണെങ്കിൽ ലെഫ്റ്റ് ടെയിൽഡ് ആക്കുക. ഇനി ചേഞ്ച് എന്ന് മാത്രം പറയുകയാണെങ്കിൽ നോട്ട് ഈക്വൽ ടു സൈനിലും കൊടുക്കുക. Second step, select a suitable sample from the given population and based on this sample the hypothesis is tested. Choose the test statistic and calculate its value. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള എച്ച് നോട്ട് എച്ച് വണ്ണും ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സാമ്പിൾ ചൂസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ, ഈ ഒരു ക്ലാസ്സിലെ പിള്ളേർ മൊത്തമാണ് എൻ്റെ പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോപ്പുലേഷനെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സാമ്പിൾ ഞാൻ ചൂസ് ചെയ്യണം. ഈ സാമ്പിളിൻ്റെ ബേസിസിലായിരിക്കും ഞാൻ എൻ്റെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഞാനൊരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിനെ ചൂസ് ചെയ്യണം. ഇപ്പോൾ നെയിംഡ് ടെസ്റ്റുകൾ, അതായത് സെഡ് ടെസ്റ്റ്, ടി ടെസ്റ്റ് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ അതിന് ഓൾറെഡി ഒരു ഗിവൺ സ്റ്റാറ്റിസ്റ്റിക് ഉണ്ടാവും, അത് നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾ ആ പെർട്ടിക്കുലർ സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിക്കുക. അതിനുശേഷം അതിൻ്റെ വാല്യൂം കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിന് ഒരു ഇക്വേഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ സെഡ് ആണെങ്കിൽ ഇപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു ഇപ്പോൾ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ എന്നാണെങ്കിൽ നമ്മൾ ഈ എക്സ് ബാറിൻ്റെയും മ്യൂവിൻ്റെയും സിഗ്മേൻ്റെയും ഒക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ സെഡിന് ആ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. സെലക്ട് ദി ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഒരു ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആരാണോ അയാൾ എക്സ്റ്റേണലി സെറ്റപ്പ് ചെയ്യുന്നത്. എക്സ്റ്റേണലി സെറ്റപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേകിച്ച് ഡാറ്റ കളക്ട് ചെയ്തിട്ടൊന്നുമല്ല, അയാൾ തീരുമാനിക്കുന്ന ഒരു വാല്യൂ ആണ്. അത് മിക്കവാറും കേസസിൽ 0.05 അല്ലെങ്കിൽ 0.01 ആയിരിക്കും. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ മിക്കവാറും ചൂസ് ചെയ്യുക. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും ഏതാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന്. തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ 0.05 അങ്ങ് ചൂസ് ചെയ്താൽ മതി. 0.01 ചൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യുന്ന സമയത്ത് സ്പെഷ്യലി മെൻഷൻ ചെയ്യണം. അതായത് ഞാൻ ആൽഫ എന്ന് പറയുന്ന 0.05 ആണ് ചൂസ് ചെയ്തത് എന്ന് ക്വസ്റ്റ്യനിൽ തരാതിരിക്കുന്ന സിറ്റുവേഷൻസിൽ നിങ്ങളത് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യണം. ഫൈൻഡ് ദി ക്രിട്ടിക്കൽ റീജിയൻ. ഇപ്പോൾ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിജക്ഷൻ റീജിയൻ. ഏത് ഏരിയയിലാണ് നമുക്ക് നമ്മുടെ നൾ ഹൈപ്പോത്തസിനെ റിജക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള ആ റീജിയൻ നമ്മൾ കണ്ടുപിടിക്കണം. ഇഫ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഫോൾസ് ഇൻ ദ ക്രിട്ടിക്കൽ റീജിയൻ റിജക്റ്റ് എച്ച് നോട്ട്, അതർവൈസ് അക്സെപ്റ്റഡ്. നേരത്തെ നമ്മളിപ്പോൾ ഈ സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചില്ലേ, ഈ വാല്യൂ നമ്മുടെ ക്രിട്ടിക്കൽ റീജിയനിലാണ് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എച്ച് നോട്ടിനെ അക്സെപ്റ്റ് ചെയ്യും. Based on the decision, clearly state the conclusion.
അതായത് നമ്മുടെ സ്റ്റഡി ഇപ്പോൾ എന്തിനെ പറ്റിയിട്ടാണ്, അതായത് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ആവറേജ് മാർക്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ സ്റ്റഡി എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ക്ലിയർലി നിങ്ങൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് H0 റിജക്റ്റ് ചെയ്യുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തതിന് ശേഷം അവസാനം എന്ത് സ്റ്റേറ്റ് ചെയ്യണം? ആവറേജ് മാർക്ക് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ഇൻക്രീസ്ഡ് അല്ലെങ്കിൽ ഡിക്രീസ്ഡ് എന്ന് ക്ലിയർലി എന്താണ് കൺക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ വേർഡ്സിൽ ക്ലിയർലി സ്റ്റേറ്റ് ചെയ്യണം. അപ്പോഴേ നമ്മുടെ ഒരു ടെസ്റ്റിംഗ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുള്ളൂ. നമ്മൾ ഈ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് പഠിക്കുമ്പോൾ ഉള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. സോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേരി ചെയ്യാനുള്ള ഫ്രീഡം ഉള്ള നമ്പർ ഓഫ് വാല്യൂസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അതായത് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാത്ത നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വാല്യൂസിൻ്റെ എണ്ണമാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഞാനിപ്പോൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ 4 ബോക്സസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് ബോക്സ് എ ആണ്, ഇത് ബോക്സ് ബി ആണ്, ഇത് സി ആണ്, ഇത് ഡി ആണ്. എൻ്റെ കയ്യിൽ 4 ബോൾസും ഉണ്ട്. ഒരു ബ്ലൂ ബോൾ ഉണ്ട്, ഒരു യെല്ലോ ബോൾ ഉണ്ട്, ഒരു ഗ്രീൻ ബോൾ ഉണ്ട്, ആൻഡ് ഫൈനലി ഒരു റെഡ് ബോളും ഉണ്ട്. അപ്പോൾ ഈ 4 ബോൾസും ഈ 4 ബോക്സസിലായിട്ട് എനിക്ക് പ്ലേസ് ചെയ്യണം. ഒരു ബോൾ ഒരു ബോക്സിലേ പ്ലേസ് ചെയ്യാൻ പറ്റൂ, ഒരു ബോക്സിൽ ഒറ്റ ബോളെ പ്ലേസ് ചെയ്യാനും പാടുള്ളൂ. അപ്പോൾ എനിക്ക് എന്താണ്, ഇപ്പോൾ ഫസ്റ്റ് ബോക്സ്, ആദ്യത്തെ ബോക്സിൻ്റെ കേസ് കൺസിഡർ ചെയ്യാം. എ എന്ന് പറഞ്ഞ ബോക്സിനകത്തേക്ക് എനിക്ക് ഈ 4 എണ്ണത്തിൽ ഏത് ബോക്സ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എല്ലാ ബോക്സിലും ഒരു ബോൾ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലെന്ന് വിചാരിക്കുക. എനിക്ക് വേണമെങ്കിൽ എയിൽ ബ്ലൂ പ്ലേസ് ചെയ്യാം, യെല്ലോ പ്ലേസ് ചെയ്യാം, ഗ്രീൻ പ്ലേസ് ചെയ്യുക, റെഡ് പ്ലേസ് ചെയ്യുക, എന്ത് വേണമെങ്കിലും പ്ലേസ് ചെയ്യുക, അതെൻ്റെ ഇഷ്ടം. അപ്പോൾ സപ്പോസ് ഞാനിവിടെ റെഡ് പ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് ഫ്രീഡം എത്രയാണ്? 4 എൻ്റെ ഫ്രീഡം. എനിക്ക് 4 എണ്ണവും ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി ബി എന്ന് പറഞ്ഞിട്ടുള്ള ബോക്സിലെത്തി. ബി എന്ന് പറഞ്ഞ ബോക്സിലെത്തിയപ്പോൾ അവിടെ എന്താണ്, എനിക്ക് റെഡ് ബോൾ പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. എന്തുകൊണ്ടാണ്? റെഡ് ഞാൻ ഓൾറെഡി ഫസ്റ്റ് ബോക്സിൽ പ്ലേസ് ചെയ്തു. അവിടെ എനിക്ക് ആ ഒരു ഫ്രീഡമോട് കൂടി പ്ലേസ് ചെയ്യാൻ പറ്റുന്ന എത്ര ബോക്സുകളുണ്ട്? 3 ബോൾസാണുള്ളത്. ബ്ലൂവോ യെല്ലോയോ ഗ്രീനോ എനിക്ക് പ്ലേസ് ചെയ്യാം, എൻ്റെ ഇഷ്ടം. അപ്പോൾ അവിടുത്തെ എൻ്റെ ഫ്രീഡം എന്തായി? 3 ആയിട്ട് കുറഞ്ഞു. ഞാനിവിടെ ഗ്രീൻ ബോൾ പ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടുത്തെ ഫ്രീഡം എത്രയാണ്? എൻ്റെ 3 ആണ്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു സി എന്ന് പറഞ്ഞിട്ടുള്ള ബോക്സിലെത്തിയെന്ന് വിചാരിക്കാം. അപ്പോൾ സി എന്ന് പറഞ്ഞ ബോക്സിലെത്തുമ്പോൾ എനിക്ക് റെഡും പറ്റില്ല ഗ്രീനും പറ്റില്ല, രണ്ടും ഞാൻ ഓൾറെഡി പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് യെല്ലോയോ ബ്ലൂവോ ഏതെങ്കിലും ഒരെണ്ണേ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് ഞാൻ യെല്ലോ പ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് ഫ്രീഡം എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. 2 ബോൾസിൽ ഏതെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്യാനുള്ള ഫ്രീഡമേ എനിക്കുള്ളൂ. ആ 2 എണ്ണത്തിന് മാത്രമേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേരി ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഇഷ്ടത്തോടു കൂടി വേരി ചെയ്യാനുള്ള ഫ്രീഡം അവിടെ ഉള്ളൂ. ആൻഡ് ഫൈനലി ഡി ബോക്സിലെത്തുമ്പോഴോ എനിക്ക് ഒരു ഫ്രീഡം ഇല്ല. ബേസിക്കലി എൻ്റെ കയ്യിൽ ആകെ ബാക്കിയുള്ളത് ബ്ലൂ ആണ്, ഞാൻ അത് തന്നെ പ്ലേസ് ചെയ്യണം. അവിടെ ഫ്രീഡം ടു ചൂസ് അല്ലെങ്കിൽ ഫ്രീഡം ടു വേരി എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല. ഇത് തന്നെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ബോൾസിന് പകരം നമ്മുടെ കയ്യിലുള്ള വാല്യൂസ് ആണെന്ന് വിചാരിക്കുക. ആ വാല്യൂസിന് ഇൻഡിപെൻഡൻ്റ്ലി വേരി ചെയ്യാനുള്ള അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ വേരി ചെയ്യാനുള്ള ഫ്രീഡത്തിനെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്.